സ്പൈഡർമാൻ്റെ അമ്മാവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ പവർ കൂടുതൽ കിട്ടുമ്പോൾ നിങ്ങൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവണമെന്ന്. ഏകദേശം ആ കാര്യം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന കുറേ സെലിബ്രിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ചില സെലിബ്രിറ്റി ഇൻ്റർവ്യൂസിൽ സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് സെലിബ്രിറ്റി ടോക്സിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ആഴ്ച നമുക്ക് സംസാരിക്കാനുള്ളത് മല്ലിക സുകുമാരനെ കുറിച്ചാണ്. മല്ലിക സുകുമാരനെ ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ തരേണ്ട കാര്യമൊന്നുമല്ല. മലയാളികൾ അവരെ വളരെയധികം സ്നേഹത്തോടു കൂടി വളരെ ആരാധനയോടെ വിളിക്കുന്നത് മല്ലികാമ്മ എന്നാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരിയായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ശേഷം ടീനേജിൽ നിൽക്കുന്ന തൻ്റെ 2 ആൺമക്കളെ അവർ വളർത്തി വലുതാക്കി അവർ പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു, അവരവരുടെ കരിയറിനെ എങ്ങനെ നോക്കിക്കാണുന്നു, എത്രത്തോളം സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അവർ ഇത്ര നല്ല രീതിക്ക് വളർത്തി വലുതാക്കിയ ആ അമ്മ അവരവരുടെ കരിയറിന് നഷ്ടം വരുത്തിയിട്ടില്ല. ഒരു അമ്മ എന്ന നിലയ്ക്ക് താൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ട്. ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ ഒരു അമ്മ എന്ന് പറയുന്ന ആ പേരിനോട് ചേർത്ത് വെക്കുന്ന ഇഷ്ടം, അത് അവരെ വളരെ അധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയാക്കി മാറ്റുന്നുണ്ട്. ആ മല്ലികാമ്മ അവരെന്ത് പറയുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുന്ന, അവരുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിലുള്ള പല അനുഭവങ്ങളും കേൾക്കുമ്പോൾ, അവർ ജീവിതത്തെ ഇപ്പോൾ നോക്കിക്കാണുന്ന പല കാര്യങ്ങളും അവർ ഇൻ്റർവ്യൂസിൽ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവ തീർത്തും സഹായകരവുമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കെ നമ്മുടെ സമൂഹം വളരെയധികം ബുദ്ധിമുട്ടി ഒരുപാട് പെൺകുട്ടികൾ ഒരുപക്ഷെ അവരുടെ ജീവനും ജീവിതവും കൊടുത്ത് അൺലേൺ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ വീണ്ടും നമുക്കിതാണ് വേണ്ടത്, ഇതാണ് ശരി എന്ന് അടിച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് മല്ലികാമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ചൂണ്ടിക്കാണിക്കാനും അതിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാനുമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോൾഫുൾ ടോക്സ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി മല്ലികാമ്മ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ വിവാഹത്തിന് ശേഷമുള്ള പെൺകുട്ടി എങ്ങനെ ഇരിക്കണം എന്നവർ പറയുന്നുണ്ട്. ഈ പെൺകുട്ടികളൊക്കെ വിചാരിക്കേണ്ട ഒരു കാര്യം, അവരുടെ അമ്മയേക്കാൾ അവർ സ്ഥാനം കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ അമ്മയ്ക്കാണ്. ഞങ്ങൾ ആരും കല്യാണം ആലോചിച്ച് അങ്ങോട്ട് പോയതല്ലല്ലോ. ചിലർ വന്നിട്ട് പറയും അമ്മായിയമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ചേട്ടന് ദേഷ്യം വന്നുപോയി. അവർ മനസ്സിലാക്കേണ്ടത് അമ്മായിയമ്മയ്ക്ക് അവരുടെ മകനെ ഉപദേശിക്കാനുള്ള അവകാശവും അധികാരവും അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൺകുട്ടികൾ ചിലപ്പോൾ മൂഡ് ഓഫ് ആവും, എന്തെങ്കിലും പറഞ്ഞു വന്നിരിക്കും. അതൊരു വലിയ പ്രശ്നമായി കൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരമ്മായിയമ്മ ആവുമ്പോൾ അത് മനസ്സിലായിക്കോളും എന്നാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരുപാട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വിഷയങ്ങൾ കിടപ്പുണ്ട്. ആൻഡ് ഇതിനകത്ത് ഒരുപാട് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാൾ ചുറ്റുമുള്ള സമൂഹത്തിനെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. മല്ലികാമ്മയുടെ പ്രിവിലേജുകൾ എന്ന് പറയുമ്പോൾ അവർ ഇത്രയും കാലം ഫൈറ്റ് ചെയ്തൊരു ലൈഫുണ്ട്, അവരുടെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. അതിനൊന്നും കുറച്ച് കാണുകയോ ഇല്ലാതാക്കുകയോ അല്ല. പക്ഷേ നമ്മൾ ഈ ഒരു കേരളീയ സമൂഹം എന്നൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സെറ്റപ്പിനെ എടുത്ത് നോക്കുമ്പോൾ അവരനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രിവിലേജുകളുണ്ട്. അതിനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള കുറേയധികം പ്രശ്നങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ തൻ്റെ ആഗ്രഹപ്രകാരം സിനിമയുടെ ഭാഗമാവാൻ വേണ്ടി മദ്രാസിലേക്ക് പോയ ആളാണ് മല്ലിക സുകുമാരൻ. 1974 ദുർഗ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് മല്ലിക സുകുമാരൻ മലയാള സിനിമയുടെ ഭാഗമാവുന്നത്. 75 മികച്ച 2ാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അവരെ തേടിയെത്തി. അവരൊരു അഭിനേത്രിയാണ്, പ്രൊഡ്യൂസറാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. പിന്നീട് സുകുമാരനുമായുള്ള വിവാഹത്തിന് ശേഷം അവർ അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതിനുശേഷം അവരുടെ 39ാമത്തെ വയസ്സിൽ സുകുമാരൻ ഈ ലോകത്തോട് വിട പറയുകയും അതിനുശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരികയുമാണ് മല്ലിക സുകുമാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മല്ലിക സുകുമാരൻ തന്നെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സുകുമാരൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് 7 തലമുറയ്ക്ക് കഴിയാനുള്ളത് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് സമ്പാദിച്ചു എന്നുള്ളതിനേക്കാൾ കിട്ടിയ ഓരോ രൂപയും കൃത്യമായി പ്ലാൻ ചെയ്ത് ചെലവാക്കിയിരുന്ന അങ്ങനൊരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ സമ്പാദിച്ചിട്ടുള്ള പണമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾക്കൊപ്പം ഇത്ര വർഷം ജീവിക്കുമ്പോൾ, 17-18 വർഷം ജീവിക്കുമ്പോൾ അയാൾ ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ള സാമ്പത്തിക അച്ചടക്കം പിന്നീടുള്ള യാത്രയിൽ മല്ലിക സുകുമാരൻ ഒരു വലിയ സഹായമായിട്ടുണ്ടാകും. ഭർത്താവ് മരിക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും മുന്നിൽ പോയി കൈനീട്ടുക എന്ന് പറയുന്നത് പോലെ ഒരു വലിയ പ്രശ്നത്തിന് നേരിടേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നില്ല. ആ 39ാമത്തെ വയസ്സിലെ ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം പിന്നീട് വിവാഹം കഴിക്കാൻ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തൻ്റെ മക്കൾക്ക് വേണ്ടി സുകുമാരൻ ആഗ്രഹിച്ചിരുന്നത് പോലൊരു ജീവിതം അവർക്കുണ്ടാവുന്നതിന് വേണ്ടി താൻ കൂടി മുന്നിൽ നിന്ന് നയിക്കേണ്ടതുണ്ട്, താൻ തളർന്നു പോകരുത് എന്നൊരു ചിന്തയുടെ ഭാഗമായി അവർ വീണ്ടും അഭിനയ രംഗത്ത് സജീവമാവുന്നു, മക്കളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ പോലും ആ 2 കുട്ടികളുടെ 15ഉം 17ഉം വയസ്സുള്ള പൃഥ്വിരാജും ഇന്ദ്രജിത്തും അവരുടെ 2 പേരുടെയും ഭാവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവുന്ന രീതിയിൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നല്ല വായനയും വിദ്യാഭ്യാസവും ഒക്കെ സുകുമാരൻ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. മല്ലിക സുകുമാരൻ തന്നെ സൈന സൗത്ത് പ്ലസിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പരിപൂർണ്ണ സംതൃപ്തയാണ്. ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അച്ഛനമ്മമാരുടെ സുഹൃതവും എൻ്റെ മനസ്സിൻ്റെ ശുദ്ധതയുമാണ് അതിന് കാരണം. അറിയാവുന്ന കാര്യങ്ങൾ മടി കൂടാതെ പറയും. ആരെയും അറിഞ്ഞുകൊണ്ട് വിഷമിപ്പിച്ചിട്ടില്ല. സുകുമാരൻ
സുകുമാരൻ സാറിൻ്റെ കൂടെയുള്ള 22 വർഷത്തെ ജീവിതം തന്ന ശക്തി എന്നാണ് പറയുന്നത്. അത്രയും സ്ട്രോങ് ആയി നോ പറയാൻ സുകുമാരൻ സാർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തുറന്നുള്ള സംസാരങ്ങളാണ്. ഏത് സിറ്റുവേഷനിലും തനിക്ക് തെറ്റായി തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരാളോടൊപ്പം ജീവിച്ച് അവരുടെ ആ ജീവിതത്തിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ളൊരു ധൈര്യമുണ്ട്. ഇത്രയും ഫാക്ടേഴ്സ് അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഫ്യൂവലായിട്ടേ ഉള്ളൂ. അത് ആക്ച്വലി ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ്. നമ്മൾ കേരളത്തിലെ മറ്റേതൊരു കുടുംബത്തിലെയും ഭർത്താവ് മരിച്ചു പോകുന്ന വളരെ ചെറിയ പ്രായത്തിൽ നിൽക്കുന്ന 2 പ്രായപൂർത്തിയാവാത്ത മക്കളുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരനുഭവിക്കാൻ സാധ്യതയുള്ള അരക്ഷിതാവസ്ഥകളെ മുൻനിർത്തി നോക്കുമ്പോൾ, ഞാൻ ഒരിക്കലും അവരുടെ സ്ട്രഗിൾ കുറച്ച് പറയല്ല, പക്ഷേ ആ അരക്ഷിതാവസ്ഥകളെ മുൻനിർത്തി നോക്കുമ്പോൾ അവർ വളരെ ഡിപ്പെൻഡൻ്റായി പോകാവുന്ന ഒരു സാഹചര്യത്തിനെ തൻ്റെ ജീവിതം കൊണ്ട് ഓൾറെഡി സെക്യൂർ ആക്കിയിട്ടുള്ള ഒരാളാണ് സുകുമാരൻ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച സുകുമാരൻ എന്ന വ്യക്തിയെ പോലെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഫിനാൻഷ്യലി ഇമോഷണലി ഒക്കെ അവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് വേണമെന്ന് വളരെയധികം കരുതലോടുകൂടി പെരുമാറുന്ന ഒരു പാർട്ട്ണർ എന്നത് അത് ഏതൊരു മനുഷ്യനും ലഭിക്കേണ്ടതാണ്. ജെൻഡർ ഭേദമന്യേ അങ്ങനെ ഒരു പാർട്ട്ണറെ എല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു പാർട്ട്ണറെ നമുക്കൊരു പ്രിവിലേജായി മാത്രമേ കാണാൻ പറ്റൂ. തൻ്റെ ഭർത്താവിനെക്കുറിച്ച്, അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ച ആ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പോലും സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പോലും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് അങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ അനുഭവിക്കാനിടയുള്ള പെയിൻ എത്രത്തോളമാണ് എന്നുള്ളത് മല്ലിക സുകുമാരൻ അനുഭവിച്ചിട്ടില്ല എന്നാണ്. തൻ്റെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയുടെ വാശിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പോകുന്ന, അല്ലെങ്കിൽ സ്വന്തം അമ്മയേക്കാൾ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ ബിലോങ് ചെയ്യേണ്ടി വരുന്ന, അവിടുത്തെ ഒരു സ്വത്ത് പോലെ ആക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മല്ലിക സുകുമാരൻ അറിയില്ല. അങ്ങനെ അറിയിക്കാതെ അവരെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരു ഭർത്താവ് അവരുടെ ഒരു വലിയ പ്രിവിലേജാണ്. ആ പ്രിവിലേജിന് മുന്നിൽ നിന്നുകൊണ്ടിട്ടാണ് തനിക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ജീവിതത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മല്ലിക സുകുമാരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് മല്ലിക സുകുമാരൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, മല്ലിക സുകുമാരൻ്റെ മരുമക്കൾക്കും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാത്തരം ബോധപൂർവമായ ഇടപെടലുകളും മല്ലിക സുകുമാരൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അവരത് എല്ലാ ഇൻ്റർവ്യൂസിലും എടുത്തെടുത്ത് പറയുന്നതുമാണ്. സ്വന്തം അമ്മയേക്കാൾ അമ്മായിയമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്ന മല്ലികാമ്മ അവർ മരുമക്കളെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ്? മരുമക്കൾ എന്ന് പറയുന്നത് എന്നും മരുമക്കളാണ്, മക്കളല്ല. എൻ്റെ മക്കളോട് പറയുന്ന അതേ ടോണിൽ മരുമക്കളോട് പറഞ്ഞാൽ അവരത് ജഡ്ജ് ചെയ്യും. അതാണ് ന്യൂജൻ. ഈ അമ്മായിയമ്മയെ ഒരു ഭീകര ജന്തുവായിട്ടാണ് സമൂഹത്തിൽ പറഞ്ഞു വച്ചേക്കുന്നത്. അതിനൊരു അപവാദമായി ജീവിക്കണം എന്നെനിക്കുണ്ട്. മക്കൾ എപ്പോഴും പറയും കൂടെ വന്ന് ജീവിക്കണമെന്ന്. ഞാൻ പറയും ഒരു 5 മിനിറ്റ് പോരെ ഫ്ലാറ്റിലേക്ക് എത്താൻ, എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ എന്ന്. അതായത് അവർക്ക് അവരുടേതായ ജീവിതമുണ്ടെന്നും അവരെ ഞാൻ എൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് സ്വാതന്ത്ര്യം കാണിക്കുകയും മക്കളോട് പറയുന്ന അതേ ടോണിൽ സംസാരിക്കാനും പാടില്ല. അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ, അവരുടെ സ്വാതന്ത്ര്യത്തിനെ ഞാൻ ബഹുമാനിക്കണം എന്ന് കണ്ടുകാണായ അമ്മായിയമ്മമാർക്ക് വേണ്ടി സംസാരിക്കുന്ന എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഇതേ മല്ലികാമ്മയാണ് അമ്മയേക്കാൾ കൂടുതൽ അമ്മായിയമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് മരുമക്കളോട് പറയുന്നത്. ഇതിലെ പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ഈ പെൺകുട്ടികളോടാണ്. നിങ്ങളുടെ അമ്മയേക്കാൾ കൂടുതൽ അമ്മായിയമ്മയെ സ്നേഹിക്കൂ. പക്ഷേ ഇവിടെ ഈ അമ്മായിയമ്മയായിട്ടുള്ള ആൾ പറയുന്നത് എനിക്കവർ മരുമക്കളാണ്, മക്കളല്ല. ഈ ന്യൂജൻ അമ്മായിയമ്മയെ ഭീകര ജന്തുവായാണ് സമൂഹത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോഴും ബ്ലെയിം പോകുന്നത് പെൺകുട്ടികൾക്ക് നേരെയാണ്. അമ്മായിയമ്മയെ ബ്ലെയിം ചെയ്യുന്നത് ഒബ്വിയസ്ലി മരുമക്കളായിരിക്കണമല്ലോ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ അമ്മായിയമ്മയെ ഒരു ഭീകര ജന്തുവായി കാണുന്നു എന്ന് മല്ലികാമ്മ പറയുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതോ പെട്ടെന്നൊരു ഗോസിപ്പ് പോലെ ഉണ്ടായി വന്നതോ ഒന്നുമല്ല. അത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വിവാഹ സങ്കല്പങ്ങളുടെ ഭാഗമായി ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു ആക്ച്വലി അതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പെൺകുട്ടിയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ പെൺകുട്ടിയെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, ഇതൊരു ഒബ്ജക്റ്റാണ്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു മുറിക്കകത്തേക്ക് കയറുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അവളുടെ അന്ന് വരെയുള്ള എല്ലാ അവകാശങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആ വീട്ടുകാർക്കൊക്കെ അവകാശപ്പെട്ട ഒരു വസ്തുവായി മാറുകയാണ്. അല്ലെങ്കിൽ ആ വീട്ടുകാർക്കെല്ലാം അവകാശം പറയാനുള്ള എന്തോ ഒന്നായി മാറുകയാണ്. ആ പെൺകുട്ടി അത്രയും കാലം അനുഭവിച്ചിരുന്ന ഒരു കംഫർട്ട് സോണുണ്ട്. അതിന് നമുക്ക് കംഫർട്ട് സോണിന് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് എപ്പോഴും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ അപ്പോൾ പോലും അവൾ കംഫർട്ടബിളായി അത്രയും കാലം ജീവിച്ചിരുന്ന ഒരു സ്പേസ് അവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് വന്നു
കയറുമ്പോൾ ഓൾറെഡി ആ വീട്ടിലെ അവകാശ അധികാരങ്ങളൊക്കെ ഉള്ള ആളെന്ന് പറയുന്നത് ഈ അമ്മായിയമ്മയാണ്. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അവർക്ക് കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ മല്ലികാമ്മ തന്നെ പറയുന്നത് പോലെ അതിനുള്ള അവകാശവും അധികാരവും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ കീഴിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പെൺകുട്ടി എത്തപ്പെടുകയാണ്. ആ അധികാരങ്ങളെ ഇതെൻ്റെ അധികാരമാണ് എന്ന് ഊട്ടി ഉറപ്പിക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടി നടത്തപ്പെടുന്ന ശ്രമങ്ങളുണ്ട്. അതിവിടെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. ആ അനുഭവ കഥകളിൽ നിന്നാണ് അമ്മായിയമ്മയെ കുറേ ആളുകളെങ്കിലും ഭീകര ജന്തുവായി കാണുന്നത്. അത് ന്യൂജൻ കുട്ടികളുടെ കുഴപ്പമല്ല. ഭർത്താവിൻ്റെ അമ്മമാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നിരിക്കും, അത് കേട്ട് മൂഡ് ഓഫ് ആവുന്ന ആൺകുട്ടികൾ ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടു എന്നിരിക്കും. പക്ഷേ അതൊരു വലിയ പ്രശ്നമായി കൊണ്ടു നടക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി അവർക്ക് കണ്ടൂടെ? ഇവിടെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്ന സമയത്ത് അത് നമ്മൾ സഹിക്കണം. ഭർത്താവിന് മൂഡ് ഓഫ് ആവുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ സഹിക്കണം. ആര് സഹിക്കണം? ഇത് രണ്ട് സഹിക്കണമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയോടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ആ പെൺകുട്ടി സഹിക്കേണ്ട എന്ത് ബാധ്യതയാണുള്ളത്? അത് സഹിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ്. നിങ്ങൾ ഉപദേശിക്കാൻ പോകരുത്. കാലാകാലങ്ങളായി നമ്മൾ പെൺകുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹിക്കൂ, പൊറുക്കൂ, ക്ഷമിക്കൂ, അഡ്ജസ്റ്റ് ചെയ്യൂ. സഹിക്കൂ, പൊറുക്കൂ, ക്ഷമിക്കൂ, അഡ്ജസ്റ്റ് ചെയ്യൂ. ഇത് കേട്ട് 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 ഒന്നും അല്ലാതാവുന്നത് കണ്ണിൻ്റെ മുമ്പിൽ കണ്ട് മടുത്ത് ജീവൻ വെടിഞ്ഞ പെൺകുട്ടികളുടെ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിലെ ഈ ജനറേഷനിലുള്ള അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ജനറേഷനിലാണെങ്കിലും ഈ പെൺകുട്ടികളൊക്കെ അവരവരുടെ അമ്മമാർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു വളർന്നവരാണ്. ആ ജീവിതം എനിക്ക് വേണ്ട എന്ന് കരുതി സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സ്ട്രോങ് ആയി അത് ഉറക്കെ പറയാനും തയ്യാറായിട്ടുള്ള ആളുകളാണ്. അത് ടോളറേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. ശരി, ഇത് ടോളറേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ പോലും ഓരോരുത്തരുടെയും ടോളറൻസ് ലെവൽ, ഇത് സഹിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. എല്ലാം സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അടിച്ചുറപ്പിക്കുന്നത് പോലെയുള്ള ഇത്തരം ഡയലോഗുകൾ എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മൾ അൺലേൺ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് വീണ്ടും ഫീഡ് ചെയ്യുന്നത് പോലെയാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പറയുന്നത് അവരമ്മായിയമ്മ ആവുമ്പോൾ മനസ്സിലായിക്കോളൂ എന്നാണ്. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും ഒക്കെ ബഹളം വെക്കുന്നതൊക്കെ നമ്മൾ സഹിക്കുക, കുറച്ച് കഴിയുമ്പോൾ അവരൊരു അമ്മായിയമ്മ ആവുമ്പോൾ അവർക്കത് മനസ്സിലായിക്കോളും എന്ന് പറയുമ്പോൾ അമ്മായിയമ്മ ആവുകയാണെങ്കിൽ ഇങ്ങനെ പറ്റൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ പിള്ളേരെ തല്ലരുത് എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പിള്ളേരെ തല്ലുന്ന അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവർ ആദ്യം പറയാൻ പോകുന്ന ഡയലോഗ് നീ ഒരു അച്ഛനാവുന്ന സമയത്ത് അത് മനസ്സിലാക്കുമെന്നാണ്. കാരണം അച്ഛനായാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റൂ എന്നവർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും തിരുത്താൻ തയ്യാറാവില്ല എന്നവർ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു അമ്മായിയമ്മയ്ക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാനേ പറ്റൂ, മരുമോൾ സഹിച്ചോണം എന്ന് പറയുന്ന വാശിയാണത്, പിടിവാശിയാണത്. അതെപ്പോഴും എല്ലാ കാലത്തും ഇനിയുള്ള കാലത്ത് എന്തായാലും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെ റാഗ് ചെയ്യുന്ന ചേട്ടന്മാരുണ്ട്. റാഗിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ അത് നിയമപരമായി കുറ്റകരമാണ് കേട്ടോ. പക്ഷെ അങ്ങനെ റാഗ് ചെയ്യുന്ന ചേട്ടന്മാരോട് നിങ്ങൾ എന്ത് പണിയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നീ സീനിയർ ആകുമ്പോൾ നിനക്ക് മനസ്സിലാവും, അപ്പോൾ നിനക്ക് പിള്ളേരെ കിട്ടും, അപ്പോൾ നീ ഇത് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഞങ്ങളിത് അനുഭവിച്ചു, ഞങ്ങളിത് നിന്നെ അനുഭവിപ്പിക്കുന്നു, നീ ഇത് ബാക്കിയുള്ളവരെ അനുഭവിപ്പിച്ച് ആനന്ദം കണ്ടെത്തൂ എന്ന് പറയുന്ന പരിപാടിയാണത്. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിൽക്കണ്ടേ? നിങ്ങൾ ആസ് ആൻ അമ്മായിയമ്മ അത് സ്റ്റോപ്പ് ചെയ്യണ്ടേ? അതായത് നമുക്ക് രണ്ട് രീതിയിൽ ആൾക്കാരെ പഠിക്കാം. ഒന്ന് അനുകരിക്കണം എന്ന് മനസ്സിലാക്കി അനുകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരാളെ പഠിക്കാം. മറ്റൊന്ന് ഇങ്ങനെ ആവരുത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരാളെ മാതൃകയാക്കാവുന്നതാണ്. നിങ്ങളുടെ അമ്മായിയമ്മത്വം ഒരു പെൺകുട്ടിയെ അവളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നത് പോലെ അവൾ എന്ന് സഹിച്ച് കഴിയേണ്ടവളാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അല്ലെ ഞാൻ ഇങ്ങനെ നിൽക്കൂ, നാളെ നീയും അമ്മായിയമ്മയായിട്ട് നീ വേറൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഞങ്ങളാരും കല്യാണം ആലോചിച്ച് അങ്ങോട്ട് പോയതല്ലല്ലോ എന്ന് പറയുന്ന ഒരു പുച്ഛമാണ്. എൻ്റെ മക്കളുടെ കാര്യമല്ല കേട്ടോ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇന്ദ്രജിത്തിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഭാര്യമാരെയും ഈ രണ്ട് മക്കളെയൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് കേരളത്തിനെ പൊതുവായി സങ്കല്പിച്ചുകൊണ്ട് ഈ ഇൻ്റർവ്യൂ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പുതിയ ജനറേഷനിലെ ആളുകൾ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഡയലോഗാണ് ഞങ്ങളാരും കല്യാണം ആലോചിച്ച് അങ്ങോട്ട് ചെന്നതല്ലല്ലോ എന്ന്. കേരളത്തിലെ ആമ്പിള്ളേർ ഇപ്പോൾ ഏറ്റവും അധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കാൻ മടിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഡീൽ ചെയ്താണ് നമുക്ക് ശീലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെൺകുട്ടികളെ ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നും ആൺകുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പെൺകുട്ടികൾ അവർ സ്വന്തമായി വിദ്യാഭ്യാസം നേടി സ്വന്തം കാലിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്നു, സ്വന്തമായ ആശയങ്ങൾ ഉണ്ടാകുന്നു, ആ ആശയങ്ങൾ അവർ ഉറക്കെ പറയുന്നു, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കാനും അവരുടെ ആശയങ്ങളെ തുറന്നു പറയാനുള്ളൊരു കരുത്തവർ നേടിക്കഴിഞ്ഞു. അങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള പെൺകുട്ടികളെ ഡീൽ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾ ട്രെയിൻഡ് ആയിട്ടില്ല. നിങ്ങൾ പെൺകുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കൂ. ഞാനൊരു വിവാഹം കഴിക്കുന്നു,
അയാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കണം, അയാളുടെ ബന്ധുക്കളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കണം, നാട്ടുകാരെന്ത് പറയുമെന്ന് നോക്കണം. ഇങ്ങനെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് വരുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം സ്വാതന്ത്ര്യങ്ങളും അടിയറവ് വെക്കേണ്ടി വരുന്നൊരു സ്ഥലത്ത് ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ എന്നൊരു പെൺകുട്ടി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ എങ്ങനെയാണ് അവരെ തെറ്റു പറയാൻ പറ്റുക? കാരണം ഇപ്പോഴും നമ്മൾ ആൺകുട്ടികളെ നല്ലൊരു ഭർത്താവാകാൻ ട്രെയിൻ ചെയ്യുന്നില്ല, പക്ഷേ പെൺകുട്ടികളെ നല്ലൊരു ഭാര്യ ആവാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിൻ്റെ കണ്ണിലെ ആ നല്ലൊരു ഭാര്യാസങ്കല്പത്തിലേക്ക് തൻ്റെ ജീവിതം തളയ്ക്കപ്പെടാൻ താല്പര്യമില്ലാത്തൊരു പെൺകുട്ടി ആ വിവാഹ സങ്കല്പത്തിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെയുള്ള പെൺകുട്ടികളെ നോക്കിയിട്ട് ഞങ്ങളാരും കല്യാണം ആലോചിച്ച് അങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരണ്ടെന്നേ എന്ന് പെൺകുട്ടികൾ പറഞ്ഞു കളയും. അങ്ങനെയുള്ള പെൺകുട്ടികളെ തിരികെ വിവാഹ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര ബഹുമാനത്തോടുകൂടി പരസ്പര സ്നേഹത്തോടുകൂടി ജീവിച്ചു കാണിക്കുന്ന നല്ല മാതൃകകൾ നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കണം. ഇനി അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല, അപ്പോഴും അതേ മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി പരസ്പര ബഹുമാനത്തോടു കൂടി ആ ബന്ധം അവസാനിപ്പിക്കാനും കൂടി പറ്റും എന്നുള്ള മാതൃക നമ്മൾ കുട്ടികളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. ഇത് പിള്ളേർ കാണുന്നത് നന്നായി സ്നേഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള സ്നേഹം കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പിരിയുന്ന സമയത്തും ആ പരസ്പര ബഹുമാനം കാണിക്കാൻ പറ്റുന്നില്ല. ഇത് നല്ല രീതിക്കൊന്ന് ടാറ്റ പറഞ്ഞു പോകാൻ പോലും പറ്റാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ നിന്ന് എത്രയും ദൂരം പാലിക്കുക എന്നുള്ളതാണ് ഇവരെല്ലാവരും കണ്ടെത്താൻ പോകുന്ന മാർഗം. ഇതൊക്കെ പറയുമ്പോഴും മല്ലികാമ്മ എടുത്തു പറഞ്ഞൊരു കാര്യം ഇതെൻ്റെ മക്കളുടെ കാര്യമല്ല എന്നാണ്. അതായത് സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെയുള്ള വാശികളൊന്നും അല്ലെങ്കിൽ ദുർവാശികളൊന്നും മല്ലികാമ്മ പാലിക്കുന്നില്ല. തൻ്റെ മക്കൾ അവർ സ്വതന്ത്രമായി ജീവിക്കേണ്ടതാണ്, അവരുടെ കുടുംബങ്ങൾ അത് ഇൻഡിപെൻഡൻ്റായി മുന്നോട്ട് പോകേണ്ടതാണെന്ന് പറഞ്ഞ് അവിടുന്ന് മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന, എന്ന് വെച്ചാൽ റെസ്പെക്റ്റ്ഫുള്ളി വിത്ത് ലവ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന മല്ലികാമ്മയെ പോലെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമ്മായിമ്മമാരടക്കമുള്ള ഇൻലോസ് മുന്നോട്ട് വളർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. മല്ലികാമ്മ അവരുടെ മക്കൾക്ക് കൊടുക്കുന്നത് പോലൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരുമക്കൾക്ക് കൊടുക്കുന്ന പോലൊരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവർ അനുവദിച്ചു കൊടുക്കുന്നതല്ല, അത് പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവിടെ മ്യൂച്വൽ റെസ്പെക്റ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ആ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാത്ത, ഞാൻ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കില്ല എന്ന് വിശ്വസിക്കുന്ന, നിർബന്ധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ അമ്മയേക്കാൾ കൂടുതൽ അമ്മായിയമ്മയാണ് സ്നേഹിക്കേണ്ടത്. അമ്മായിയമ്മയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ആവാൻ പാടില്ല. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ, സഹിക്കൂ, ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സ്വന്തം മക്കളുടെ കാര്യവും മരുമക്കളുടെ കാര്യമൊക്കെ സേഫാണ്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്ന, നമ്മൾ ഒരുപാട് കാലങ്ങൾ കൊണ്ട് അൺലേൺ ചെയ്യിപ്പിച്ചെടുത്ത ഒരു ചിന്താരീതിയെ വീണ്ടും സമൂഹത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്ന പോലെയാണ്. മക്കൾക്കും മരുമക്കൾക്കും അവരുടെ ഇൻഡിവിജ്വൽ ലൈഫിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെ കുറിച്ച് മല്ലികാമ്മ എത്രത്തോളം ബോധവതിയാണ് എന്നുള്ളത് അവരൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെയും എൻ്റെയും ലൈഫ് സ്റ്റൈൽ വേറെയാണ്. അവർ കൂടുതലും പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ നേരെ തിരിച്ചാ, വീട്ടിലെ ഫുഡ് തന്നെ വേണം. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവർ പറയും അമ്മൂമ്മ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അച്ഛൻ പുറത്ത് കൊണ്ടുപോയനെ. അതായത് പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും മക്കളാണെങ്കിലും അവരുടെ പാർട്ട്നേഴ്സ് ആണെങ്കിലും അവർ പുറത്ത് പോയൊക്കെ ആഹാരം കഴിച്ച് ശീലമുള്ള ആളുകളാണ്. പക്ഷേ മല്ലികാമ്മ പറ്റുമെങ്കിൽ പരമാവധി വീട്ടിൽ തന്നെ ആഹാരം കുക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത് രണ്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷേ മല്ലികാമ്മ വീട്ടിലുണ്ടെങ്കിൽ അമ്മ കൂടി ഉള്ളതല്ലേ, അമ്മയ്ക്ക് കൂടി സന്തോഷമാവുന്ന കാര്യങ്ങൾ വേണ്ടേ ചെയ്യാൻ എന്നൊക്കെയുള്ള അവരുടെ പ്രിഫറൻസിനെ പരിഗണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ഒരു പക്ഷേ പുറത്ത് പോയി ആഹാരം കഴിക്കണമെന്നുള്ള അവരുടെ മക്കളുടെയും ഭാര്യയുടെ ഒക്കെയുള്ള ആഗ്രഹങ്ങളെ ചിലപ്പോൾ സപ്രസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പോലും നമ്മളിത് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് തോന്നും. പക്ഷേ അങ്ങനെ പോലും അവരുടെ ജീവിതത്തിൽ ഇൻ്റർഫെയർ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മല്ലികാമ്മ. പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ താല്പര്യമില്ല എന്നാണ്. ഇത്രയും തൻ്റെ മക്കളെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചും കൊച്ചുമക്കളുടെയും അവരുടെ ഇൻഡിവിജ്വൽ ലൈഫിനെക്കുറിച്ചും കൺസേൺഡ് ആയിട്ടുള്ള ഇത്രയും മികച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് പറയുന്നത് നമ്മൾ പഴയ സാമൂഹ്യ വ്യവസ്ഥിതിക്കനുസരിച്ചുള്ള ഒരു രീതിയാണ് പെൺകുട്ടികൾ പിന്തുടരേണ്ടതെന്ന്. ഇതിപ്പോൾ മല്ലികാമ്മ തന്നെ ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂകളിൽ പോയിരുന്ന് തൻ്റെ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സ്വന്തമായി പറയാൻ മാത്രമല്ല, പൂർണിമ ഇന്ദ്രജിത്ത് മല്ലികാമ്മയെക്കുറിച്ച് പറയുന്നത് ഈ 68ാമത്തെ വയസ്സിലും ന്യൂ ജനറേഷനുമായി ഇത്രയധികം റിലേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരാൾ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഞാനൊക്കെ ആ പ്രായത്തിലേക്ക് എത്തുമ്പോൾ എനിക്കതുപോലെ ഇരിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല എന്നുള്ള രീതിയിൽ അത്രയും ബഹുമാനത്തോടു കൂടി തങ്ങൾക്ക് തരുന്ന റെസ്പെക്റ്റിനെ കുറിച്ച് വളരെയധികം വാചാലയാവുന്ന പൂർണിമ ഇന്ദ്രജിത്തിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ മല്ലികാമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നല്ലൊരു അമ്മായിയമ്മ എന്നൊക്കെ പറയാറുണ്ട്. കമൻറ്റ് ബോക്സിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റുകൾ കാണാൻ പറ്റും. ഇതുപോലൊരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലൊരു അമ്മായിയമ്മയെ കിട്ടിയിരുന്നെങ്കിൽ. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും ഇതുപോലൊരു അമ്മായിയമ്മയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നത്? ഇന്ദ്രജിത്തിനെ കല്യാണം കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ പൃഥ്വിരാജിനെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് ആഗ്രഹിച്ചിട്ടാണോ? അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ 2 ആൺമക്കളുടെയും
ഭാര്യമാരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരിരുവരും തങ്ങളുടേതായ മേഖലയിൽ ഇന്നും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ അമ്മായിയമ്മ എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരൊരിക്കലും തടയുന്നത് നമ്മൾ കാണുന്നില്ല. ഈ രണ്ട് പേരാണെങ്കിലും അതുപോലെ മല്ലിക സുകുമാരനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, അവരുടെ കരിയറിനെ ഒക്കെ വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പൂർണിമയെ പോലെ, സുപ്രിയയെ പോലെ സ്വന്തം കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള, തങ്ങളുടേത് മാത്രം എന്ന് പറയാവുന്ന ഒരു കുടുംബത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ബിൽഡ് ചെയ്യുന്ന കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ ഞങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു ജീവിതത്തിൽ അതിനകത്ത് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന എത്രയോ ആളുകൾക്ക് അവരുടെ ഇൻലോസിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന അനാവശ്യ ഇടപെടലുകൾ ഒരു വലിയ തടസ്സമായി, ഒരു വലിയ ബാധ്യതയായി മാറുന്നുണ്ട്. അങ്ങനെ ശിഥിലമായി പോയ എത്രയോ കുടുംബജീവിതങ്ങളുണ്ട്. ആ അനാവശ്യ കൈകടത്തലുകൾ സഹിക്കാൻ പറ്റാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടി വന്ന എത്രയോ പെൺജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളെ ഒന്നും അടുത്തറിഞ്ഞിട്ടില്ലാത്ത മല്ലികാമ്മ, അത്തരമൊരു അവസ്ഥയിലേക്ക് തൻ്റെ മരുമക്കളെ ഒരിക്കലും കൊണ്ടെത്തിച്ചിട്ടില്ലാത്ത മല്ലികാമ്മ, എല്ലാവരും ഇവരെന്താണ് പറയുന്നത്, ഇവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ, അതിൽ നമുക്ക് പഠിക്കാനും ഇൻസ്പയർഡ് ആവാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കരുതി കാതോർത്തിരിക്കുന്ന മല്ലികാമ്മ ഇത്രയും റിഗ്രസീവായ കാര്യങ്ങൾ സംസാരിക്കരുതായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഓരോ ആളുകളും ഡിസേർവ് ചെയ്യുന്ന, നമുക്ക് ഏറ്റവും മിനിമമായി കിട്ടേണ്ട കാര്യങ്ങൾ പോലും പ്രിവിലേജുകളായി മാറുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഉണ്ടാവുക, ഫിനാൻഷ്യലി ഇമോഷണലി സെറ്റിലായിട്ടിരിക്കുക, സിറ്റുവേഷൻ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതൊന്നും ലഭ്യമാവുന്നില്ല. അത് ഏറ്റവും അധികം നിഷേധിക്കപ്പെടുന്നത് സ്ത്രീകൾക്കാണ് എന്ന് പറയുന്ന ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ കിട്ടിയിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ വളരെയധികം പ്രിവിലേജുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ അത്തരം പ്രിവിലേജുകളൊന്നുമില്ലാത്ത ഈ സമൂഹത്തിൽ നിന്ന് തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി, സ്വപ്നങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ബേസിക് റൈറ്റ്സിന് വേണ്ടി പോരാടി മുന്നോട്ട് വരുമ്പോൾ അതിനെയെല്ലാം ക്യാൻസൽ ചെയ്യുന്നത് പോലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, അതും ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവുന്നത് അത് തിരുത്തപ്പെടേണ്ടതാണ്. താൻ അനുഭവിച്ചിട്ടില്ലാത്ത, തനിക്കറിയാത്ത ഒരു ജീവിതമാണെങ്കിൽ കൂടിയും അതിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി കൺസിഡറേറ്റീവായി വേണം ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി. അതിന് നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ, അതിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വലിയ സഹായമായിരിക്കും. അല്ലെങ്കിൽ മല്ലികാമ്മ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള, മറ്റ് പലരെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മല്ലികാമ്മയോട് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. എക്സാക്ട്ലി അതിങ്ങനെയാണ്. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾക്ക് പകരം വിഡ്ഢിത്തം വിളിച്ചു വിളമ്പുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്തും പറയാം. അതിനകത്ത് ഒതൻറ്റിക്കായ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നൊന്നുമില്ല. അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, വികാരങ്ങൾ സത്യമാണെന്ന മട്ടിൽ വായി തോന്നുന്ന ഭാഷയിൽ വിളിച്ചു പോവുക. അങ്ങനെ ഒരാളാവാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മല്ലികാമ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായെന്ന് തോന്നിയാൽ മാത്രം പരിഗണിക്കുക.